7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സിനിമയിൽ നിന്ന് മോശമായ ഒരു അനുഭവം ഉണ്ടാകുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കുട്ടിയുടെ അടുത്ത് ഒരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായൊരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമയ്ക്കകത്ത് അത്ര ക്രിമിനൽ മൈൻഡുള്ള പെഡോഫൈൽസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കുറെ നാളത്തേക്ക് ആ ഭീതിയിൽ പിന്നീട് അച്ഛനോ അമ്മയോ ആരും സിനിമയെ കുറിച്ച് തന്നെ ഓർമ്മിപ്പിക്കാതിരുന്നു. അച്ഛൻ കൂടുതൽ ശ്രമിക്കാനൊന്നും നടത്തില്ല. പിന്നീട് +1 പഠിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും ഒരു അവസരം വരികയുണ്ടായി. അതിനിടയിലൊക്കെ അവസരങ്ങൾ വന്നു, പക്ഷെ സിനിമയായിട്ടൊന്നും മുമ്പോട്ട് പോയില്ല. +1 പഠിക്കുമ്പോൾ ഇതേപോലെ വീണ്ടും ഒരു സിനിമയിൽ അവസരം വരുന്നു. ആ അവസരത്തിൽ ആ ഡയറക്ടർ, അതായത് ആ സിനിമയുടെ അവസരവുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് സിനിമയിൽ എല്ലാ സ്ത്രീകളും കാസ്റ്റിംഗ് കൗച്ചിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമാണ് സിനിമയിൽ എത്തിയിട്ടുള്ളത്. അവരിപ്പോൾ ഒരുപാട് വലിയ എമൗണ്ടൊക്കെ സാലറി ആയിട്ട് മേടിക്കുന്നുണ്ട്. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മോൾ പേടിക്കൊന്നും വേണ്ട, മോളുടെ പേടിയൊക്കെ സ്ക്രീൻ ടെസ്റ്റ് കഴിയുമ്പോൾ മാറ്റിത്തരാമെന്നാണ്. കുറേ നേരത്തേക്ക് അതിൻ്റെ ഷോക്ക് വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല സർ. അവർ പിന്നെയും വിളിച്ചു അച്ഛനെ 2-3 തവണ. അവസാനം അച്ഛൻ അവരോട് ചൂടായി, കുട്ടിയെ സിനിമയിലേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞു. അതോടെ എൻ്റെ സിനിമയിലേക്കുള്ള പ്രയത്നം അവസാനിച്ചു. പിന്നീട് ഡിഗ്രി ചെയ്തു, ജോലി കിട്ടി. ജോലി ചെയ്ത് കല്യാണം കഴിഞ്ഞ് മകളായ സമയത്ത്, അവളിന്ന് എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, മകളായ സമയത്ത് വീണ്ടും കുട്ടി ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒക്കെ ഭാഗമായി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുണ്ടായി ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യും, നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നൃത്തം ചെയ്യാനും സിനിമയിൽ അഭിനയിക്കാനും ഒക്കെയാണ്. ഞാൻ വീണ്ടും ശ്രമിച്ചു തുടങ്ങി. ഞാൻ എൻ്റെ നൃത്തം അഭ്യസിക്കുന്നത് റീസ്റ്റാർട്ട് ചെയ്തു. ചെറിയ പ്രോഗ്രാമുകൾ പെർഫോമൻസ് ഒക്കെ ചെയ്തു തുടങ്ങി. ഞാൻ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുന്ന ആ സമയത്ത് എനിക്ക് 28 വയസ്സുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ, അതായത് ആഭാസം എന്ന് പറയുന്നതാണ് ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ സിനിമ. അതിലൊരു സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയൊരു റോളുമാണ് ഞാൻ ചെയ്തത്. ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് കൂടെ വർക്ക് ചെയ്ത കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ ഓഡീഷൻസിന് പോകുമ്പോൾ പരിചയപ്പെടുന്ന കുട്ടികളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ കുട്ടിക്കാലത്ത് കണ്ട സിനിമയുടെ ഒരു ഭീകരവശം വളരെ ശക്തമായി അപ്പോഴും മുമ്പോട്ട് പോകുന്നുണ്ട്. അന്ന് WCC രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആഭാസം സിനിമയിൽ അഭിനയിച്ച് ഒരു സിനിമയിൽ വർക്ക് ചെയ്തു. അതായത് എന്ന് ഞാൻ WCC വീട്ടിൽ അമ്മയോടൊക്കെ ഞാൻ WCCയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു സാധാരണക്കാരിയാണ്, ടീച്ചറാണ്, അതെടുത്ത് പറയണം, ടീച്ചറാണ്. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് കുറേ സ്ത്രീകൾ വീട്ടിൽ അടങ്ങിയിരിക്കാൻ താല്പര്യമില്ലാണ്ട് ഇറങ്ങി പുറപ്പെട്ടേക്കാണ് എന്നാണ് WCCയെ കുറിച്ച്. എനിക്ക് വളരെ സങ്കടം തോന്നി. എൻ്റെ അമ്മയാണത് പറയുന്നത്. എൻ്റെ വീട്ടിലെല്ലാവരും WCCയെ കുറിച്ച് പറയുന്നത് വളരെ മോശമായിട്ടാണ്. സ്വന്തം ഭർത്താവിനെ സംരക്ഷിക്കാൻ കഴിയാത്ത സ്ത്രീകളാണ് നാട് നന്നാക്കാൻ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നോക്കി അന്നൊക്കെ ഭയങ്കര ഭയം വന്നിരുന്നു. ഇത്രത്തോളം വെറുക്കപ്പെടാൻ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് വളരെ സുരക്ഷിതമായിരിക്കണമെന്നും നീതിയുക്തമായിരിക്കണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോഴും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്ന് അന്ന് വല്ലാതെ ഭയപ്പെട്ടിരുന്നു, സങ്കടപ്പെട്ടിരുന്നു. പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. പോകെ ഇന്ന് കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ വീട്ടിൽ അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വെറുതെ ഞാൻ അമ്മയോട് ചോദിച്ചു, നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പറയാൻ പാകത്തിന്? അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ലില്ല, ആരുമില്ല, സ്വാതന്ത്ര്യ സമരത്തിലൊന്നും ആരും പങ്കെടുത്തിട്ടില്ല. എന്നിട്ട് കുറച്ച് സമയം നിന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉണ്ടല്ലോ ഇവിടെ, നീ ഒരു വലിയ ഫൈറ്ററാണ് നമ്മുടെ കുടുംബത്തിൽ, നിന്നെ പോലെ നമ്മുടെ കുടുംബത്തിൽ ആരുമില്ലായിരുന്നു. അപ്പം എനിക്ക് വന്നൊരു സന്തോഷവും അഭിമാനവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ എൻ്റെ അമ്മ മാറ്റി ചിന്തിക്കാൻ പാകത്തിന് പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ജീവിതം അവിടെ കൊടുത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വിവരിക്കാനാവില്ല. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്താൻ മാധ്യമങ്ങൾ എടുത്ത പങ്ക് അതൊരിക്കലും ഞാൻ മറക്കുന്നില്ല. ഇന്ന് പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ രാജേഷിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു പോരാട്ടത്തെ ഒരുപാട് കാലമായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ വേർതിരിവ് കാണിച്ച് മാറ്റി നിർത്തപ്പെട്ട സിനിമയ്ക്കകത്തുള്ള എല്ലാവരെയും നിങ്ങൾ ശക്തിയായി പിന്താങ്ങുകയാണ് ചെയ്യുന്നത്.
ഒരുപാട് സന്തോഷമുണ്ട്. WCCയുടെ പേരിൽ ഈ അവാർഡ് ഇവിടെ വന്ന് സ്വീകരിക്കാൻ, എൻ്റെ ചേച്ചിമാരുടെ കൂടെ ഇവിടെ വന്ന് സ്വീകരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനമുണ്ട്. ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് WCCയെ നീതിയുക്തമായ ഒരു വർക്ക് സ്പേസിന് വേണ്ടി സമരം ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും, ആ വേർതിരിവ് അനുഭവിക്കുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.